എല്ലാവർക്കും ക്രിസ്തേശുവിലുള്ള നല്ല ഒരു പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം ശബത്ത് കൽപ്പനയുടെ ഒരു ദർശനം. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. അന്ന് നീയും നിന്റെ മകനും നിന്റെ മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കാളയും നിന്റെ കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിൽക്ക് അകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. ഒരു വേലക്കാരനും വേലക്കാരത്തിയും നിന്നെപ്പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഇവിടെ ഈ ഒരു വാക്യത്തിൽ കർത്താവായ ദൈവം നമ്മോട് പറയുന്നത് ശബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശബത്തിൽ നാം എങ്ങനെ കാര്യാദികൾ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യാദികൾ ചെയ്യാൻ പാടില്ല എന്നും വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറയുന്നു. ഇങ്ങനെ നമ്മോട് പറയുന്നത് ശബത്തിനെ നമ്മളൊരു സമർപ്പണത്തോടെ ആചരിക്കുമ്പോൾ അത് നമ്മൾക്ക് നന്മയ്ക്കായി ഭവിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നത് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ശബത്തിനും കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശബത്തിനെ മാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ തിരുവചനം നമ്മോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ശബത്തിൽ ചെയ്ത നല്ല കാര്യാദികൾ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ ശബത്തിലും ചെയ്യുവാൻ നമുക്കും സാധിക്കും എന്നതാണ്. ഇവിടെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറയുന്നത് 7-ാം ദിവസം, അതായത് 7-ാം ദിവസം എന്ന് ഇന്നത്തെ കലണ്ടർ നമ്മൾ പഠിക്കുമ്പോൾ അത് ശനിയാഴ്ചയാണ്. അത് ഞായറാഴ്ച എന്ന ഒരു ദിവസമല്ല. അത് 7-ാം ദിവസമായ ശനിയാഴ്ച കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് നന്മയ്ക്കായി ഭവിക്കും. ഇവിടെ 7-ാം ദിവസം എന്നത് തുടങ്ങുന്നത് 7-ാം ദിവസമായ ശബത്തിൻ്റെ അല്ലെങ്കിൽ ശനിയാഴ്ചയുടെ ആരംഭം എന്ന് പറയുന്നത് 6-ാം ദിവസമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സന്ധ്യാസമയം മുതൽ ആണ്. ഇവിടെ വ്യക്തമായിട്ട് ദൈവം നമ്മോട് പറയുന്നു, അന്ന് നീയും നിന്റെ മകനും നിന്റെ മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കാളയും നിന്റെ കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിൽക്ക് അകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. അന്നേ ദിവസം നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഭവനത്തിലുള്ളതായ കുടുംബാംഗങ്ങളും നമ്മളുടെ ഭവനത്തിൽ വേല ചെയ്യുന്നതായ വേലക്കാരത്തെയും വേലക്കാരനും ഒരു വേലയും ചെയ്യുവാൻ പാടുള്ളതല്ല. ഇവിടെ വ്യക്തമായിട്ട് ദൈവം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ശബത്തിനെ ആചരിക്കുമ്പോൾ അത് നന്മയ്ക്കായി നമുക്ക് ഭവിക്കും. ഇതിൻ്റെ 2-ാം വാക്യം നമ്മോട് പറയുന്നത് നമ്മളുടെ ഭവനത്തിലുള്ളതായ ജോലി കാര്യാദികളെക്കുറിച്ചാണ്. മറ്റ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ മക്കളും വേലക്കാരനും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗവും ഒരു വേലയും ചെയ്യുവാൻ പാടുള്ളതല്ല. എന്നാൽ വേലക്കാരനെ കൊണ്ടും വേലക്കാരത്തിയെ കൊണ്ടും വേല ചെയ്യിക്കുമ്പോൾ നമ്മൾ ശബത്തിൻ്റെ ലംഘിക്കുകയാണ്. എന്നാൽ ശബത്ത് എന്ന ദിവസത്തിൽ വേലക്കാരനും വേലക്കാരത്തെയും നമ്മോടൊപ്പം ചേർന്ന് നിന്ന് തിരുവചനം പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല ഒരു ശബത്തിൻ്റെ ആചാരമായിട്ട് നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും എന്നതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വീട്ടിലെ ഒരു അംഗങ്ങളും വേല ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ശബത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യാദികൾ ചെയ്യാമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ശബത്തിൽ നന്മ ചെയ്യുക എന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഇതിനെ ഈ ഒരു ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ശബത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം നമ്മോട് പറയുന്നു, ദാസന്മാരും ദാസിമാരും 7-ാം ദിവസമായ ശബത്തിൽ വിശ്രമിക്കുകയും ആ വിശ്രമം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ആരാധനയ്ക്കുള്ള സമയമായിട്ട് കണക്കാക്കപ്പെടണം എന്നതാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നതായ 7-ാം ദിവസത്തെ നമ്മളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന്
നമ്മൾക്ക് വേണ്ടി വേല ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒപ്പം ചേർന്ന് അതിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ച എന്ന ശബത്തിൻ്റെ പരിപാവനത കാത്തുപരിപാലിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നു നാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. അടിയങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസത്തിൻ്റെ ആരംഭ സമയം മുതൽ 7-ാം ദിവസത്തിൻ്റെ അവസാന സമയം വരെയും അങ്ങ് നൽകിയിരിക്കുന്നതായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് തിരുവചനത്തിൻ്റെ പ്രകാശത്തെ എത്തിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ പൊന്നു ദൈവമേ. ആമേൻ.